ദീപാവലി ദീപങ്ങളുടെ ഉത്സവമാണ്. ഇരുട്ടിൻ്റെ മേൽ വെളിച്ചത്തിൻ്റെയും തിന്മയുടെ മേൽ നന്മയുടെയും അജ്ഞതയുടെ മേൽ അറിവിൻ്റെയും വിജയത്തിൻ്റെയും ആഘോഷമാണ് ദീപാവലി. ലോകകാര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനുഷ്യ മനസ്സിനെ ഈശ്വരസ്മരണയിലേക്കും ആത്മാന്വേഷണത്തിലേക്കും തിരിച്ചുവിടുക എന്നതാണ് ഉത്സവങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം. നരകാസുരൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ അഹന്തയും സ്വാർത്ഥയും തല ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതം നരകതുല്യമാകും. നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവരെ കൂടെ നരകതുല്യത്തിലാകും. അപ്പോൾ തന്നെ ലഹരി മറ്റവന് കൊടുത്തു, അവൻ്റെയും ജന്മം പോയി, അവൻ്റെ കുടുംബം അനാഥയായി. ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് പറയുന്നത്. ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ വധിക്കാനാവൂ എന്നൊരു വരം നരകാസുരൻ നേടിയിരുന്നു. ശ്രീകൃഷ്ണനും നരകാസുരനും തമ്മിലുള്ള യുദ്ധത്തിനൊടുവിൽ കൃഷ്ണഭക്തിയായ സത്യഭാമയായിരുന്നു നരകാസുരനെ വധിച്ചത്. ശയനഗുണങ്ങളായ വിനയം സ്നേഹം കൊണ്ട് മാത്രമേ അഹന്തയും സ്വാർത്ഥയും ഇല്ലായ്മ ചെയ്യുവാനാകും എന്നാണിത് വ്യക്തമാക്കുന്നത്. ശയനഗുണം എന്നത് മാതൃത്വത്തിനെ പറ്റി പറയുന്നു. ആ സ്നേഹവും കാരുണ്യവും വരുമ്പോഴേ ഒരു മാതൃത്വഭാവം വന്നപ്പോൾ അഹന്തയില്ലാക്കുകയാണ്. നരകാസുരനെ യുദ്ധത്തിൽ വധിക്കുകയും നരകാസുരൻ ജയിലിൽ കൊണ്ടിട്ടിരുന്ന 16,000 മേലെ സ്ത്രീകളെ, കന്യകമാരാണ്, കല്യാണം കഴിച്ചവരല്ല, അവരെല്ലാം മോചിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളെല്ലാം കന്യകളാണ്, ഇദ്ദേഹം ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നു, ഇനി ഞങ്ങളാരും കല്യാണം കഴിക്കില്ല, അതുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണം, പക്ഷെ കല്യാണം കഴിച്ചിട്ട് സ്വീകരിക്കണം എന്ന അപേക്ഷയുണ്ട്. അപ്പോൾ അത് ക്രിസ്തു മതത്തിലും ക്രിസ്തുവിനെ കല്യാണം കഴിക്കുന്നതായിട്ടാണല്ലോ സിസ്റ്റർമാർ, അതേപോലെ ഭാവത്തിലാണ്, അല്ലാതെ ഇപ്പോഴത്തെ ഒരു കല്യാണ കാഴ്ചയല്ല. അത് ആത്മബന്ധത്തിൻ്റെ തത്വമാണ്. 16,000 രാങ്ങളെ അതിജീവിച്ചവനെന്ന് പറയും, പ്രകൃതിയെ അതിജീവിച്ചവനെന്ന് പറയും ആന്തരികത്തിൽ. ഇങ്ങനെ ഒരു കഥയുണ്ട്. ഇപ്പോൾ നമ്മൾ യുദ്ധത്തിൽ കുറേ പേരെ ഒരു രാജ്യക്കാരെല്ലാം പിടിച്ചുകൊണ്ട് നിന്ന് പൂട്ടിയിട്ടു. അപ്പോൾ അദ്ദേഹത്തെ വധിച്ചിട്ട് ആ രാജ്യത്തിൻ്റെ ഇവരെയെല്ലാം മോചിപ്പിക്കുന്നത് പോലെയും നമുക്ക് ചിന്തിക്കാം. രാമൻ കാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന സമയമാണ് ദീപം കാണിച്ച് വരവെക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അതിനർത്ഥം അജ്ഞാനം മാറി ജ്ഞാനത്തിൻ്റെ പ്രകാശന തത്വമാണ്. രാവണൻ എന്ന് വെച്ചാൽ 10 ഇന്ദ്രിയത്തെ പറയുമല്ലോ, ഇന്ദ്രിയങ്ങളായിട്ട് സീതയെ മനസ്സിൻ്റെ പ്രതീകമായിട്ട് പറയുന്നു. മാനോട് ആഗ്രഹം വന്നപ്പോഴേ സീതയുടെ മനസ്സ് വ്യതിചലിച്ച്, ലക്ഷ്യത്തിന് വ്യതിചലിച്ചു. മാനോട് ആഗ്രഹം വന്നപ്പോൾ ഈശ്വരനാകുന്നു. രാമൻ ലക്ഷ്മണനെ ഏൽപ്പിച്ച് പോന്നു, ലക്ഷ്മണനെ ചിട്ടയായിട്ട് പറയും, ലക്ഷ്മണനെ ഏൽപ്പിച്ച് പോയി. ഈശ്വരൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ മനസ്സിലാണല്ലോ സ്ഥാനം. പിന്നെ വായു വരുന്നതൊക്കെ പുലമ്പുമാണ്, പിന്നെ നല്ലതൊന്നും വാടത്ത് വരത്തില്ലല്ലോ. ലക്ഷ്മണൻ വന്നിട്ട് വരയിട്ട് ഇത് കിടക്കല്ലേ. ഈ സമയം നോക്കി രാവണൻ വന്ന് ആ ഒരു സന്യാസിയായിട്ട് ഭിക്ഷ ചോദിക്കുന്നു. വരയ്ക്ക് അപ്പുറത്ത് രാവണന് കയറാൻ പറ്റത്തില്ല, കാരണം ചിട്ടയുള്ള നിഷ്ഠയായിട്ട് പോകുന്ന കയറാൻ പറ്റില്ല. നിഷ്ഠ ചിട്ടയോട് പോയാൽ നിനക്ക് പരമാത്മാവിലെത്താം. പുറത്തു നിന്ന് ഭിക്ഷ ചോദിക്കുകയാണ് ഒരാടെ. പക്ഷേ സീത പുറത്തേക്ക് കടന്നുകൊണ്ട് കൊടുക്കുന്നു. പിന്നെ രാവണൻ്റെ കൈപ്പെട്ടു പോകുന്നു. പിന്നെ ആ സീത മനസ്സിലാക്കി, താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി കുറ്റബോധത്തോടുകൂടി ആ മഴയും വെയിലും കൊണ്ട് എന്തൊക്കെ പ്രേരിപ്പിച്ചു, നിനക്ക് ആ കൊട്ടാരം തരാൻ റാണിയാക്കാം ഒക്കെ പറഞ്ഞ് എത്രയോ ആളിങ്ങ നിരന്തരം പ്രേരിപ്പിച്ചിട്ടും മനസ്സ് മാറിയില്ല. നാമം തന്നെ ജപിച്ച് വെയിലും മഴയും കൊണ്ട് നിന്നു. അത് ഈശ്വരൻ ഏറ്റവും അടുത്ത് വസിക്കുന്ന ആരാണ്? പ്രാണനാണ്. അങ്ങനെ ഹനുമാൻ, വായുപുത്രൻ, പ്രാണൻ എന്ന തത്വം പറയും. ഹനുമാൻ പോയി സീതയുള്ള സ്ഥാനം കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പിടിച്ചാൽ ഈശ്വരൻ അതിനപ്പുറത്തെ ശക്തിയോടുകൂടി തിരിച്ച് രാമൻ വരുന്നത് സീതയെ വിളിച്ചിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ രാവണനെ നിഗ്രഹിച്ച് സീതയെ വീണ്ടെടുക്കുന്നതായിട്ടാണ്. അപ്പോൾ ഇവിടെ രാമൻ രാവണനെ കൊന്നിട്ട് തിരിച്ചു വരികയാണ് വനവാസം കഴിഞ്ഞ്. കാരണം വന്നപ്പോൾ എല്ലാവരും വിളക്ക് വെച്ച് സ്വീകരിക്കുന്നതായിട്ടാണ് അവനെ രാജാവായിരുത്തുന്നത്. രാവണൻ എന്ന് വെച്ചാൽ 10 ഇന്ദ്രിയത്തെ പറയുമല്ലോ. പുറം നോക്കുമ്പോൾ രാജാവ് രാവണനെ നിഗ്രഹിച്ചു വന്നു. ആന്തരികം നോക്കുമ്പോൾ ഇന്ദ്രിയത്തെയും അടക്കിയവൻ
അപ്പോൾ തന്നിൽ ആത്മഹത്യ ദർശിച്ചു കഴിഞ്ഞു. അപ്പം തന്നെ യാചകനല്ല രാജാവെന്നുള്ള ഭാവത്തേക്ക് ഉണർന്നു കഴിഞ്ഞു. നമ്മൾ പരാസത്തിൽ കത്തിക്കേണ്ട മെഴുകുതിരിയല്ല, സ്വയം ജ്വലിക്കേണ്ട സൂര്യനാണ്. നമ്മുടെ പൂച്ചക്കുട്ടികളും ഞാവും ഞാൻ വിളിച്ചു നടക്കാം, നീ സിംഹക്കുട്ടി തന്നെയാണ് എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. ചിരിക്കാൻ കഴിയാത്ത ജീവിതങ്ങൾക്കും കണ്ണുനീർ പറ്റാത്ത മുഖങ്ങൾക്കും പ്രതീക്ഷയുടെ കിരണമായി തീരട്ടെ ഈ ദീപാവലി. മക്കളുടെ ഹൃദയത്തിലുള്ള നിസ്വാർത്ഥയുടെയും ഈശ്വരപ്രമത്തിൻ്റെയും ദീപം ലോകത്തിന് മുഴുവൻ വെളിച്ചമായി തീരട്ടെ. പല സന്ദർഭങ്ങളുണ്ട്. ഒരു സംഭവം എടുത്തു വരാം. യൂറോപ്പിൽ നമ്മൾ പ്രോഗ്രാം എടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് പോയി. ഏതോ ഒരു മോൻ ഫോണിൻ്റെ ലൈറ്റ് ഓൺ ചെയ്തു. അത് കണ്ടപ്പോൾ അവിടെ ഇരുന്ന 6000 കൂടുതൽ 7000 ആൾക്കാരും അവരവരുടെ ഫോണിൽ ലൈറ്റ് എടുത്ത് മൊത്തം കത്തിച്ച്. അപ്പം നല്ല സൗന്ദര്യവും ഭംഗിയും മൊത്തം ലൈറ്റിനേക്കാൾ ലൈറ്റായി നടന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം തുറന്നാൽ നമ്മൾ അന്ധകാരത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. ആ ഒരു മനസ്സ് നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ പൊന്നുമക്കൾ അനുഗ്രഹിക്കട്ടെ.